ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അശ്വിൻ കാറിൽ വന്ന് കയറുമ്പോൾ കാറിലെ സീറ്റിൽ ശ്രുതിയുടെ പൊട്ടിയ വളപ്പൊട്ടുകൾ കാണാനിടയാവാണ്. അതെടുത്ത് അശ്വിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. താൻ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പൊട്ടിയതൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശ്രുതി ഉണരാതെ ഇരിക്കുകയാണ്. അവിടെ പ്രീതിയും അമ്മായിയും ഒക്കെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്യാം അങ്ങോട്ട് വരികയാണ്. എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇനിയും കണ്ണ് തുറന്നിട്ടില്ല. ശ്യാം എന്ത് പറ്റിയെന്ന് അറിയില്ല, എന്തെങ്കിലും പറ്റി കാണുമോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ശ്യാം ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പോയിട്ട് ഒരു ഡോക്ടറെ വിളിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ വീട്ടിലെത്തുന്നു. അശ്വിൻ ആകെ ടെൻഷൻ അടിച്ച് കയറി വരികയാണ്. ആരോടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ കയറി പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയും, കുഞ്ഞാ നീ എവിടെ പോയതായിരുന്നു? നിന്നോടൊരു പ്രധാന കാര്യം സംസാരിക്കുന്നതിനിടയിലാണ് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു മുത്തശ്ശി, അതുകൊണ്ടാണ് ആരോടും പറയാതെ പോയതെന്ന് പറയണേ. അഞ്ജലി അവനോട് എന്തോ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അശ്വിൻ കൈ ഉയർത്തി പറയും, ചേച്ചി ഇപ്പോൾ എന്നോടൊന്നും സംസാരിക്കരുതെന്ന് പറയുമ്പോൾ അശ്വിൻ്റെ കയ്യിൽ മുറിവ് പറ്റിയത് അഞ്ജലി കാണാനിടയാവുന്നു. എന്നിട്ട് മനോരമയോട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ, എങ്കിലും അത് മുറിവല്ലേ, പഴുക്കാനുള്ള ചാൻസ് കൂടുതലാണ്, നീ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് നിനക്ക് ഓർമ്മയില്ലേ, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കാം എന്ന് പറയാൻ കേട്ടോ അഞ്ജലി. തുടർന്ന് അങ്ങോട്ടേക്ക് മനോരമ എത്താണ്. എന്തിനാ ബേബി ഫസ്റ്റ് എയ്ഡ് ബോക്സ്? കുഞ്ഞൻ്റെ കയ്യിൽ മുറി പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എൻ്റെ മൈ ഗോഡ്, വലിയ മുറിവാണോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ്റെ കൈ പിടിച്ച് നോക്കുകയാണ്. ഇങ്ങ് തന്നാൽ മതി, ഞാൻ തനിയെ ചെയ്തോളാം എന്ന് പറഞ്ഞ് കുറച്ച് നേരം എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ വിടണം, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുമ്പോൾ, കുഞ്ഞാ നീ എവിടെ പോയതായിരുന്നു? അവിടേക്കായിരിക്കുമല്ലേ, ലാവണ്യയുടെ അടുത്തേക്ക് പോയിട്ട് എന്തായി? എന്നോടുള്ള ദേഷ്യം മുഴുവൻ നിന്നോട് തീർത്തിട്ടുണ്ടാവുമല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ ലാവണ്യയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒളിച്ചു പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എമർജൻസി കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയതെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും പറയാതെ പോയതെന്ന് പറയാണ് കേട്ടോ അശ്വിൻ. എന്നിട്ട് അശ്വിൻ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ശ്യാം ഡോക്ടറെ വിളിക്കാൻ പോയിട്ട് ഡോക്ടർ പറയുന്നു, ഇപ്പോൾ വരാൻ സാധിക്കില്ല, എനിക്ക് എൻ്റെ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. കുറേ നേരം ശ്യാം ഇങ്ങനെ സംസാരിച്ച് നോക്കും. ശ്യാം എത്രയൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ടും ഡോക്ടർ വരാനായിട്ട് കൂട്ടുവെക്കുന്നില്ല. ഡോക്ടർ ഇപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ, വന്നില്ലെങ്കിൽ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഡോക്ടർ. നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വാടോ, നിങ്ങളെ അല്ലെങ്കിൽ ഞാനിപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ഡോക്ടറെ. അങ്ങനെ ശ്രുതിയുടെ വീട്ടിലെത്തി. അവളെ പരിശോധിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്ന് പറയണേ. ഇപ്പോൾ നോർമലാണ്, പ്രോപ്പറായി ഭക്ഷണം കഴിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ് കേട്ടോ. അതിനിടെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡോക്ടറോട്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ്. അശ്വിനെ മുത്തശ്ശി വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ സംസാരിച്ച വിഷയത്തിനൊരു തീർപ്പായില്ലല്ലോ, ആ കാര്യത്തെ പറ്റി സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, മോനെ ഞാൻ നിൻ്റെ മുത്തശ്ശിയാണ്, നിനക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല, എൻ്റെ നന്മയെയും ഭാവിയെയും കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ, മുത്തശ്ശി അങ്ങനെ ചെയ്യുള്ളൂ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂ എന്ന് എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാം, ചില കാര്യങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാണ് എനിക്ക് ശീലം, ആ തീരുമാനങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് പറയാൻ കേട്ടോ അശ്വിൻ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജലി മോനെ കുഞ്ഞാ എന്ന് പറയുമ്പോഴേക്കും, ചേച്ചി പ്ലീസ്, ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ ശ്രുതിയെക്കുറിച്ചല്ല എന്ന് പറയണേ. ഈ ശ്രുതിയുടെ പേര് കേൾക്കുമ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അശ്വിന് തെറ്റിയെന്ന് അശ്വിന് മനസ്സിലായി, അപ്പോൾ തന്നെ തിരുത്താണ് കേട്ടോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച ലാവണ്യനെ പറ്റിയിട്ടാണെന്നുള്ള കാര്യം. ശ്രുതി എണീക്കാത്തത് ഭയപ്പെട്ട് പ്രീതി ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. അന്നേരം ശ്രുതി ഞെട്ടി ഉണരുകയാണ് കേട്ടോ. തുടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അമ്മായിയും ശ്യാമും ഒക്കെ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അന്നേരം ചേച്ചി ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ, അശ്വിൻ സായിറാമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ബിൽഡിങ്ങിൽ വെച്ച് നടന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ശ്രുതി. പിന്നീട് അവൾക്ക് തലവേദന പോലെ വന്നിട്ട് തല ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട്, തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ, നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് അയാൾ പെരുമാറിയോന്ന് ചോദിക്കുകയാണ് കേട്ടോ പ്രീതി. എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഫുൾ കാര്യങ്ങളായിട്ട് വിശദീകരിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഇത് കേൾക്കുന്ന അമ്മായി പറയണ്ടേ, എൻ്റെ ഭഗവാനേ കൃഷ്ണ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്,
തനിച്ചൊരു പെൺകുട്ടിയെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വിടുക? അവനെന്താ രാക്ഷസനായി പോയോ? എനിക്കിപ്പോൾ തന്നെ അവനെ കണ്ട് 4 വർത്താനം പറയണം, അല്ലെങ്കിൽ 2 അടി കൊടുത്തിട്ട് വേണം 4 സംസാരിക്കാൻ. ഇത്രയ്ക്ക് കണ്ണ് ചോരല്ലാത്ത ദുഷ്ടനായി പോയല്ലോ അയാൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മായി. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ കലിയിൽ നിൽക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീട്ടിൽ തന്നെയാണ്. മുത്തശ്ശി പറയാണ്, കുഞ്ഞാ നീ ഇപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എനിക്ക് തന്നാൽ മതി. എന്താണ് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, സ്വന്തം ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി നീ ഇവിടെയുള്ളവരെ മറന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാനിട്ട് മുത്തശ്ശി. ഈ പ്രേമം എന്ന വികാരത്തിന് ഒരു കുഴപ്പവുമുണ്ട്. അത് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ അസംബന്ധവും ആഭാസത്തരവും ഒക്കെ ആയിരിക്കും. അതിൻ്റെ കുഴപ്പം പ്രേമിക്കുന്നവർ മാത്രം അനുഭവിച്ചാൽ പോരാ, തലമുറകളായിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാനിട്ടോ മുത്തശ്ശി അശ്വിനോട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനോരമ ഉണ്ടല്ലോ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, ഈ തള്ള ഇത് എന്തൊക്കെ പൊട്ടത്തര ഈ വിളിച്ച് പറയണേ. അത്രയ്ക്ക് ഗുണം പിടിച്ച സംഗതിയാണോ ഈ പ്രേമം? ഇവരുടെ പറച്ചിൽ കണ്ടാൽ തോന്നും ഇവർ ചെറുപ്പത്തിൽ ഓടി നടന്ന് ലവോട് ലവായിരിക്കുന്നു. അഗ്ലി ഓൾഡ് വോൺ എന്നറിയണം കേട്ടോ. തുടർന്ന് മനോരമ മുത്തശ്ശിയോടായിട്ട്, അമ്മ വാട്ട് യു സീയിങ്? ഗോഡ് ഈസ് ലവ് എന്നല്ലേ? ദൈവത്തിന് വരെ പ്രേമിക്കാമെങ്കിൽ ഇത്തിരി പോന്ന സ്മോൾ ബേബിക്ക് പ്രേമിച്ചാൽ എന്താ കുഴപ്പം? ലവ് ഈസ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, മുത്തശ്ശി നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കാരോടും ലവ് ഇല്ല. ലവ് എന്ന കോൺസെപ്റ്റിനോട് പോലും എനിക്ക് വെറുപ്പാണ്. ഇനി ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള പ്രേമം തോന്നണമെങ്കിൽ അവരെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ ഈ ലോകത്തിൽ എന്ന് പറയാണ് കേട്ടോ അശ്വിൻ. നീ അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ലാവണ്യ നിൻ്റെ ആരാ? നീ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി തെറ്റാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ തെറ്റിലേക്ക് വിടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയണേ മുത്തശ്ശി. അതുകൊണ്ട് ലാവണ്യമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതാ നിനക്ക് നല്ലതെന്ന് പറയണേ മുത്തശ്ശി. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, ലാവണ്യമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയണേ. അന്നേരം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എന്ന് കരുതി നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ അവളെ കല്യാണം കഴിക്കാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ അശ്വിൻ വീണ്ടും മുകളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ. റൂമിലേക്ക് പോയ അശ്വിൻ ഒന്ന് ഫ്രഷായി വന്നിരുന്ന് ആലോചിക്കുന്നത് മുഴുവൻ ശ്രുതിയെക്കുറിച്ചാണ്. ശ്രുതിയെ കാണാഞ്ഞ് ബിൽഡിങ്ങിലേക്ക് ഓടിപ്പോകുന്നതും ശ്രുതി തളർന്നു വീഴുന്നതും അങ്ങനെ അവളുടെ വീട്ടിലേക്കായിട്ട് ശ്രുതിയെ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെയാണ് ആലോചിച്ച് നിൽക്കുമ്പോൾ അഞ്ജലി ഫുഡും കൊണ്ടിട്ട് പോവാണേ. എനിക്കിപ്പോൾ ഒന്നും വേണ്ട ചേച്ചി, വിശപ്പും ദാഹവും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. ഞാൻ നിനക്ക് തീറ്റി തന്നാലോ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണം തീറ്റി കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ അഞ്ജലി ചോദിക്കും, നീ ആരെ പറ്റിയാ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത്? ചേച്ചിയോടെങ്കിലും ഒന്ന് സത്യം പറ, നീ ആരെ പറ്റിയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ ശ്രുതിയെക്കുറിച്ചല്ല എന്ന് പറയണേ. ശ്രുതിയോ? നീ എന്താ അവളെക്കുറിച്ച് തന്നെ പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ലാവണ്യയെക്കുറിച്ചാണെന്ന് പറയാൻ കേട്ടോ അഞ്ജലി. ആദ്യം നീ ശ്രുതിയുടെ കാര്യം പറഞ്ഞപ്പോൾ നാക്കി പിഴച്ചതാണെന്നാണ് ഞാൻ കരുതിയേ. ഇപ്പോഴും നീ അവളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞാ, നീ അവൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചേച്ചി അനിയനോട്. അപ്പോഴേ കഥ കേട്ടിരുന്നാൽ മാത്രം മതിയോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക.